ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ നിന്നും റിസൈൻ ചെയ്തതിന് ശേഷം നമ്മുടെ PF-ലുള്ള മുഴുവൻ തുകയും പിൻവലിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ? എങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മുടെ PF ഓഫീസിലൊന്നും പോവാതെ തന്നെ നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ ഓൺലൈനായിട്ട് അത് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ UN നമ്പർ, അതുപോലെ പാസ്വേഡ്, നമ്മുടെ മൊബൈലിലേക്ക് വരുന്ന OTP എല്ലാം കൊടുത്ത് ലോഗിൻ ചെയ്ത് വരാം. ഇവിടെ നമ്മൾ വലതുവശത്തേക്ക് വന്നാൽ അവിടെ മെമ്പർ പ്രൊഫൈൽ കാണാം. അവിടെ നമ്മുടെ പേര്, അതുപോലെ ആധാർ നമ്പർ, പാൻ നമ്പർ, ബാങ്ക് അക്കൗണ്ട് നമ്പറൊക്കെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇനി നമ്മുടെ അക്കൗണ്ടിലെ ബാലൻസ് അറിയുന്നതിനും അതുപോലെ തന്നെ മറ്റു കോൺട്രിബ്യൂഷൻസ് അറിയുന്നതിനും വേണ്ടിയിട്ട് നമ്മൾ വ്യൂവിൽ പാസ്ബുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെയും നമ്മൾ UN നമ്പർ, പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്ത് വരാം. ഇവിടെ നമ്മൾ സർവീസ് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മുൻപ് വർക്ക് ചെയ്തിരുന്ന കമ്പനിയുടെ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ സാധിക്കും. ഇതുപോലെ ഒന്നിൽ കൂടുതൽ കമ്പനികളിൽ വർക്ക് ചെയ്തിരുന്ന ആളുകളാണെങ്കിൽ അവർ ഇപ്പോൾ വർക്ക് ചെയ്തിരുന്ന കമ്പനിയിലേക്ക് തൊട്ട് മുമ്പത്തെ കമ്പനീസിലെ കോൺട്രിബ്യൂഷൻസ് എല്ലാം ട്രാൻസ്ഫർ ചെയ്തിട്ട് വേണം നമ്മൾ ആപ്ലിക്കേഷൻസ് കൊടുക്കണമെങ്കിൽ. ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലെയിം എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടുത്തെ കേസ് നോക്കുകയാണെങ്കിൽ ഒരു കമ്പനിയിൽ മാത്രമാണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളൂ, ബാക്കിയുള്ള എല്ലാം ചെയ്യാണ്ട്. അപ്പോൾ അത് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളും അത് നിങ്ങളുടെ സർവീസ് ഹിസ്റ്ററിയിൽ നോക്കിയിട്ട് ഉറപ്പുവരുത്തുക. അതല്ലാന്നുണ്ടെങ്കിൽ പഴയ കമ്പനിയിലെ കോൺട്രിബ്യൂഷൻസ് നിങ്ങൾക്ക് ലഭിക്കില്ല. ഇനി നമുക്ക് PF-ൻ്റെ വെബ്സൈറ്റിലോട്ട് വരാം. അവിടെ സർവീസ് ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ് ഓഫ് ജോയിനിങ്ങും അതുപോലെ ഡേറ്റ് ഓഫ് എക്സിറ്റും കാണാം. അതുണ്ടോ എന്നും അതുപോലെ അതിൽ കാണുന്ന ഡേറ്റ് കറക്റ്റ് അല്ലേ എന്നും ഉറപ്പുവരുത്തുക. നമ്മളൊരു കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തതിന് ശേഷം 2 മാസം കഴിഞ്ഞാലേ നമുക്ക് ഡേറ്റ് ഓഫ് എക്സിറ്റും അതുപോലെ വിഡ്രോവലിനുള്ള ആപ്ലിക്കേഷൻ നമുക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇതെല്ലാം ഓക്കെ ആക്കിയതിന് ശേഷം നമ്മൾ ഓൺലൈൻ സർവീസസ് പോയി ക്ലെയിം ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ PF-ൽ കൊടുത്ത ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുത്തതിന് ശേഷം വെരിഫൈ ക്ലിക്ക് ചെയ്യുക. അത് ഓക്കെ ആയാൽ അവിടെ ഒരു ഗ്രീൻ ടിക്ക് മാർക്ക് വരും. അതിനുശേഷം പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോവാം. അതിനുശേഷം ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ഒരു പേജാണ് വരിക. ഇവിടെ നമ്മൾ ഫുൾ എമൗണ്ട് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോം 19 ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ ഫോം 15G അപ്ലോഡ് ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. അതെല്ലാവരും ചെയ്യേണ്ട ആവശ്യമില്ല. 5 കൊല്ലത്തിൽ താഴെ സർവീസ് ഉള്ളവരും അതുപോലെ ബാലൻസ് ഒരു 50,000 മുകളിലും ആണെങ്കിൽ അങ്ങനെയുള്ളവർ മാത്രം അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. 5 വർഷത്തിൽ മുകളിൽ സർവീസ് ഉള്ളവർ ഇത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഫോം 15G ഫില്ല് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. EPFO എന്ന പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാണാം. അതിനുശേഷം നമ്മുടെ അഡ്രസ്സും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഫില്ല് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അതിന് വേണ്ടിയിട്ട് ഇവിടെ കാണുന്ന ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം ഗെറ്റ് ആധാർ OTP കൊടുക്കുക. ഇപ്പോൾ വരുന്ന OTP നമ്പർ നമ്മൾ കൊടുത്തതിന് ശേഷം നമ്മുടെ ക്ലെയിം സബ്മിറ്റ് ചെയ്യുക. ഇത്രയുമാണ് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ്. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഓൺലൈൻ സർവീസ് എടുത്തിട്ട് ട്രാക്ക് ക്ലെയിം സ്റ്റാറ്റസ് എന്ന് സെലക്ട് ചെയ്യുക. എല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസ് ഉള്ളിടത്ത് സെറ്റിൽഡ് എന്ന് കാണിക്കും. എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ അവിടെ റിജക്റ്റഡ് എന്നും കാണിക്കും. ഇനി എന്തെങ്കിലും കാരണവശാൽ റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കണ്ട പാസ്ബുക്കിൽ പോയിട്ട് ക്ലെയിം നോക്കിയാൽ മതി. ഇനി സ്വന്തമായിട്ട് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഹെൽപ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.